ഹായ് ഓൾ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പോയ്സോൺ റാൻഡം വേരിയബിൾ. അപ്പൊ നേരത്തെ പഠിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പി ഡി എഫിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ പോയ്സോണിന്റെ കേസിൽ നമ്മൾ എക്സ് വേരി ചെയ്യുന്നത് 0 to ഇൻഫിനിറ്റി വരെയാണ് എക്സ് വേരി ചെയ്യുന്നത്. ഓക്കെ. പോയ്സോൺ റാൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാരാമീറ്റർ ഉണ്ട് ലാംഡ. ഈ ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അത് പോയ്സോൺ ആണോ ഇനി ബൈനോമിയൽ ആണോ എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എളുപ്പവഴിയുണ്ട്. അതായത് എന്നിന്റെ വാല്യൂ കൂടുതലും, അതായത് നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലാണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മളൊരു ലിമിറ്റ് വെക്കുകയാണെന്ന് വിചാരിക്കുക, n ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 50, അല്ലെങ്കിൽ n ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 100, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വലിയ നമ്പർ വലുതും, അതായത് n കൂടുതലും, പ്രോബബിലിറ്റി ഓഫ് സക്സസ് നമ്മൾ എന്താ ചെയ്ത, പി എന്നല്ല എഴുതിയത്. അപ്പൊ പി കുറവുമാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, അത് പോയ്സോൺ റാൻഡം വേരിയബിൾ ആണെന്ന് പറയാം. അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, n കൂടുതലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവുമായിരിക്കണം. ഓക്കെ. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ്, ഇപ്പൊ നമുക്ക് ഇപ്പൊ മെഡിക്കൽ കോളേജിലെ പേഷ്യൻസിന്റെ എണ്ണമൊക്കെ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനിയിപ്പോ പോട്ടെ, നമുക്ക് കൊറോണ വന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരുപാട് എല്ലാ ഹോസ്പിറ്റലിലും എന്താണ് രോഗികളെ കൊണ്ടുള്ള അത്രയും ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ നമ്മൾ ആ ഒരു കേസിലൊക്കെ നമ്മൾ എന്താ ചെയ്തത്, നമുക്കിപ്പോ എത്ര പേർക്കാണ് കൊറോണ വന്നതെന്നൊക്കെ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും നമ്പർ ഓഫ് പേഷ്യൻസ് അത്രയും കൂടുതലാണ്, അതായത് n കൂടുതലാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഈ ഒരു കേസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പോയ്സോൺ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇവിടെ നോക്കുക, നമുക്ക് പറയാം എന്ത്, എക്സിന്റെ പോസിബിൾ വാല്യൂസ് ഒക്കെ അത് എവിടെ തൊട്ട് എവിടെ വരെയാ പോകുന്നത്, 0 to ഇൻഫിനിറ്റി വരെ. അല്ലെ, അതായത് നോൺ നെഗറ്റീവ് ഇന്റീജേഴ്സ് ആണ് പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ പറയാണ് എക്സ് ഇപ്പോ ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെയാ ഡിനോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ് ഫോളോസ് പോയ്സോൺ ഓഫ് ലാംഡ. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇതിന്റെ മീനും വേരിയൻസും എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഇതേപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അകത്ത് മീനും വേരിയൻസും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ പോയ്സോണും ചെയ്യുക. പക്ഷെ ഇവിടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, അത് മാത്രമാണ് മാറ്റം വരുന്നത്. അപ്പൊ നമ്മൾ മീനിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു, മീൻ നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, സമ്മേഷൻ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. അല്ലെ, പി ഓഫ് എക്സ് നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നൊക്കെ എഴുതാം. അപ്പൊ ഇവിടെ നോക്കിയേ, നമുക്കറിയാം എക്സിന്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടെ വരെയാണ്, 0 to ഇൻഫിനിറ്റി വരെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുക്കാം സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു, ഇനി ഇവിടുത്തെ പോയ്സോണിന്റെ കേസിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്താണ്, ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതാണ് നമ്മളെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഇവിടെ വരുന്നത്. അപ്പൊ ഇനി നമ്മൾ നോക്കുക, എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ടൈം എന്തായി മാറും, 0 ആയി പോകും. ഇപ്പൊ നമ്മൾ എക്സ് എവിടെ തൊട്ട് എവിടം വരെ സ്റ്റാർട്ട് ചെയ്യണം, പറഞ്ഞേ, എവിടെ തൊട്ട് എവിടെ വരെയാണ് സ്റ്റാർട്ട് ചെയ്യുക, സമ്മേഷൻ എക്സ് ഈക്വൽ 1 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുത്തു. ക്ലിയർ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇവിടെ എക്സ് നമുക്ക് ഒഴിവാക്കണം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ എക്സ് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എക്സ് ഫാക്ടോറിയലിന് എങ്ങനെ എഴുതണം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞേ, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഒന്നും മാറ്റേണ്ട, അതേപോലെ തന്നെ വെക്കുക, ലാംഡ റേസ് ടു എക്സും
അതിനെ നമുക്ക് മാറ്റണം. ലാംഡ റേസ് ടു എക്സിനെ നമുക്ക് ഈ 1 വരികയാണെങ്കിൽ നമ്മൾ പി റേസ് ടു എക്സിനെ മാറ്റിയില്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് എഴുതാം? ലാംഡ റേസ് ടു 1 ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 1. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ് ടു എം പ്ലസ് എൻ. ആ ഒരു ഫോർമാറ്റിൽ മാറ്റാം. എക്സ് ഫാക്ടോറിയൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പിൽ കോൺസ്റ്റന്റിനൊക്കെ നമുക്ക് പുറത്തെടുക്കാം. കട്ട് ചെയ്യാനുള്ളവരൊക്കെ കട്ട് ചെയ്യാം. അപ്പൊ ഈ എക്സും പോയി. അപ്പൊ കോൺസ്റ്റന്റ് ആരൊക്കെയാണ് വരുന്നത്? അപ്പൊ ഇവിടെ ലാംഡ ഒരു കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ഇ റേസ് ടു മൈനസ് ലാംഡ, ഇവരെ രണ്ടുപേരെയും പുറത്തെടുക്കാം. ബാക്കിയുള്ളവരെ സമ്മേഷന്റെ അകത്ത് എഴുതാം. എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ലാംഡ ഓൾറെഡി പുറത്തെടുത്തു. അപ്പൊ ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? ലാംഡ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയലിന് എഴുതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? നമുക്ക് ആ സമ്മേഷൻ ഒക്കെ കൊടുക്കുക. അതായത് ഓരോ വാല്യൂസ് കൊടുക്കുക. എന്നിട്ടൊന്ന് എഴുതി നോക്കാം. അപ്പൊ എന്തായിരിക്കും വരിക? ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ഇനി ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യം എക്സിന് 1 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുമ്പോൾ ഈ ടേം എന്തായി മാറും? ലാംഡ റേസ് ടു 1 മൈനസ് 1, അതായത് ലാംഡ റേസ് ടു 0. ലാംഡ റേസ് ടു 0 ബൈ 1 മൈനസ് 1 ഫാക്ടോറിയൽ, 0 ഫാക്ടോറിയൽ. അപ്പൊ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം 1 ആയി അല്ലേ? ഇനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. അതേപോലെ 0 ഫാക്ടോറിയൽ എന്താണ്? 1 ആണ്. ഇനി നെക്സ്റ്റ് എന്ത് എഴുതാം? ലാംഡ റേസ് ടു എക്സിന് 2 കൊടുക്കുക. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ റേസ് ടു 2 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്താ വരിക? ലാംഡ റേസ് ടു 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത ടേം എന്താ വരിക? എക്സിന് 3 കൊടുക്കുമ്പോൾ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ലാംഡ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അടുത്ത ടേം എന്തായിരിക്കും? ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും. എടാ ഈ ഒരു നമ്മൾ എന്താണ് സീരീസ് പോലത്തെ ഒരു ടേം നമുക്ക് ഓൾറെഡി അറിയാം. എന്തിന്റെ ഇക്വേഷൻ ആണിത്? പറഞ്ഞേ. ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ആണ് എന്ത്? 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇത് ഇ റേസ് ടു എക്സിന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആയിരിക്കും? ഇ റേസ് ടു ലാംഡന്റെ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പൊ ലാംഡ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഈ കംപ്ലീറ്റ് ബ്രാക്കറ്റിലുള്ള ടേമിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു ലാംഡ. അപ്പൊ ഇത് നോക്കി, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന ഫോർമാറ്റില്ല. അതായത് എ റേസ് ടു എം പ്ലസ് എൻ അല്ലേ? അപ്പൊ എന്താ വരിക ഇവിടെ? ഇ റേസ് ടു മൈനസ് ലാംഡ പ്ലസ് ലാംഡ പറഞ്ഞാൽ 0 ആയിട്ടില്ലേ? ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1. അപ്പൊ ലാംഡ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലാംഡ. അപ്പൊ മീൻ എത്രയാണ് കിട്ടിയത്? ലാംഡ. ക്ലിയർ ആണോ? മീൻ കിട്ടിയത് ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയൻസ് ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാണ്. വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതാണ് നമ്മളെ ഇക്വേഷൻ. അപ്പൊ ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് അവിടെ കൊടുത്തു. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ നമുക്ക് ഈ ഡയറക്റ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി കിട്ടി, ലാംഡ ആണെന്ന്. പക്ഷെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ നമുക്ക് അറിയില്ല. അപ്പൊ അതിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കില്ല. അതിനു വേണ്ടി നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. മക്കളെ ഇവിടെ നമ്മൾ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ടേം ആയിട്ട് എടുക്കുക. ഇപ്പൊ ഇതിന്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഇത് പോയിസൺ ആയതുകൊണ്ട് ഇവിടെ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്തായിരിക്കും? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എക്സിന് 0 കൊടുത്തു നോക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു 0 മൈനസ് 1, അപ്പൊ ആ കംപ്ലീറ്റ് ടേം 0 ആയി പോകും. ഇനി അടുത്ത എക്സിന് 1 ഇട്ട് കൊടുക്കുക. 1 കൊടുക്കുമ്പോഴോ 1 ഇൻറ്റു 1 മൈനസ് അഗെയിൻ 0 ആയി പോകും. അപ്പൊ 0 ആയി പോവാത്ത ഏത് ടേം മുതലാണ്? എക്സ് 2 ആവുന്ന കേസ് മുതൽ. അപ്പൊ എക്സ് 2 ടു ഇൻഫിനിറ്റി. ഇനി എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു, എടാ ഇവിടെ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരൊക്കെ 2ന്റെ ടേമിലോട്ടാക്കി മാറ്റണം. അപ്പൊ ലാംഡ റേസ് ടു എക്സിന് എങ്ങനെ എഴുതാം? ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 2. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ
എക്സ് ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ബൈനോമിയൽ എന്താണോ ചെയ്തത് ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി കട്ട് ചെയ്ത് പോക്കാനുണ്ടോ? എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണും എക്സ് ഇൻറ്റു എക്സ് മൈനസ് വണ്ണും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാം. അതായത് ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ പുറത്തെടുത്ത് ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ലാംഡ റേസ് ടു എക്സ് മൈനസ് ടു ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ടു ഫാക്ടോറിയൽ. ഇങ്ങനെയല്ലേ വരിക? ഇനി നമ്മൾ നേരത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു നമ്മൾ ചെയ്തേ? ഈ ഓരോ എക്സിന്റെ വാല്യൂസ് കൊടുക്കുക, എന്നിട്ട് അത് സമ്മേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ലാംഡ സ്ക്വയർ ഈസ് ടു ഇ റേസ് ടു മൈനസ് ലാംഡ എഴുതി. ഇനി എക്സിന് 2 കൊടുക്കുമ്പോൾ എന്തായി മാറും? ലാംഡ റേസ് ടു 2 മൈനസ് 2 ബൈ 2 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 1 പ്ലസ് ഇനി ലാംഡ റേസ് ടു 3 മൈനസ് 2 ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. അപ്പൊ അതെന്തായിരിക്കും വരിക? ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇനി ലാംഡ റേസ് ടു 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ഇനി 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് വരും അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ കൊടുക്കുക? നമ്മൾ പഠിച്ചല്ലേ, നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച എന്താണ്? ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഇത് എന്തിന്റെ എക്സ്പാൻഷൻ ആണ്? ഇ റേസ് ടു ലാംഡന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ആ ബ്രാക്കറ്റ് ഉള്ളതിന് പകരം നമുക്ക് ഇ റേസ് ടു ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ, ഇ റേസ് ടു ലാംഡ. അപ്പൊ ഇനി ഇവിടെ എന്ത് കൊടുക്കുക? വീണ്ടും ലാംഡ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ഇ റേസ് ടു ലാംഡ എന്നാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു ബി എന്നാൽ എ റേസ് ടു എം പ്ലസ് എൻ. അപ്പൊ അവിടെ എന്തായി മാറി? അത് ഇ റേസ് ടു 0 ആയി മാറി. അപ്പൊ എന്താ ഇവിടെ കിട്ടിയത് നമുക്ക്? ലാംഡ ഇ റേസ് ടു 0ന്റെ വാല്യൂ എന്താണ്? 1. അപ്പൊ ലാംഡ സ്ക്വയറിന് കിട്ടി. ക്ലിയർ ആണോ? അപ്പൊ ഇതെന്താണ് കിട്ടിയത്? ഇതൊരിക്കലും എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ അല്ല കിട്ടിയത്. എന്താണ് ഇവിടെ കിട്ടിയത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് എന്ത് എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഇനി എക്സ്പെക്ടേഷൻ ഉള്ളോട്ട് കൊടുക്കും, എന്തായി മാറും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് മാറും. എക്സ് ആണ്, ലാംഡ എന്ന് വായിക്കരുത്. ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഇനി ഇതിന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാലോ. എന്തായിരുന്നു പോയിസോന്റെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ വാല്യൂ? ലാംഡ അല്ലേ? അപ്പൊ ഇവിടെ ഞാൻ മൈനസ് ലാംഡ എന്ന് കൊടുത്തു, ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഇനി ഇതിന്റെ ആണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? പറഞ്ഞേ. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. ഓക്കെ, അപ്പൊ ഇത് കിട്ടി. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ? വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ത് കിട്ടി? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് ഇനി എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ലാംഡ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ലാംഡ സ്ക്വയർ. ഇനി ആരോ കട്ട് ചെയ്ത് പോകും? ലാംഡ സ്ക്വയറും മൈനസ് ലാംഡ സ്ക്വയറും. ലാസ്റ്റ് ആൻസർ എന്താണ് കിട്ടുന്നത്? ലാംഡ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? പോയിസോന്റെ മീനും വേരിയൻസും സെയിം ആണ്. എത്രയാണ് വരുന്നത്? ആ പാരാമീറ്റർ ലാംഡ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോയിസോൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയലിന്റെ ഒരു ഡെറിവേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾക്ക് ഈ മൊഡ്യൂളിൽ 3 ഡെറിവേഷൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ബൈനോമിയലിന്റെ മീനും വേരിയൻസും, അതേപോലെ പോയിസോണിന്റെ മീനും വേരിയൻസും, പിന്നെ പോയിസോൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. അപ്പൊ മറ്റേത് രണ്ടിലും നമുക്ക് ഡെറിവേഷൻ പഠിച്ചാൽ മതി. ഇതിൽ നമുക്കൊരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പോലെ പഠിക്കാനുണ്ട്, പോയിസോൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു ബി ഓഫ് എൻ പി, അതായത് ബൈനോമിയൽ ഓഫ് എൻ പി അപ്രോച്ചസ് ദാറ്റ് ഓഫ് എ പോയിസോൺ റാൻഡം വേരിയബിൾ പോയിസോൺ ഓഫ് ലാംഡ as n tends to infinity and p tends to 0 in such a way that np equal to lambda stays constant. ഈ ഒരു തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. എന്താ മീനിങ് എന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്താ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാല് ഒരു പോയിസോണ് ബൈനോമിയൽ ആണെന്ന് പറയണമെങ്കിൽ
എന്നിന്റെ വാല്യൂ, അതായത് നമ്പർ ഓഫ് ട്രയൽസ് കൂടുതലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവും ആവുന്ന കേസിലാണ് നമ്മൾ ബൈനോമിയൽ പോയിസൺ ആവുന്നെന്ന് പറയാം. ഓക്കെ ആണോ? അതായത് ബൈനോമിയൽ പോയിസൺ ആവണമെങ്കിൽ എന്നിന്റെ വാല്യൂ കൂടുതലും പ്രോബബിലിറ്റി ഓഫ് സക്സസ് കുറവും ആവുന്ന കേസിലാണ് നമ്മൾ പോയിസൺ ഓഫ് ലാംഡ എന്ന് പറയുന്നത്. ആ കേസിൽ നമുക്ക് എക്സ്ട്രാ ഒരു കണ്ടീഷൻ ആണ് ഇവിടെ പറയുന്നത്. എന്താ പറയുന്നത്? രണ്ടിന്റെയും മീന് സെയിം ആയിരിക്കുന്നു. ഓക്കെ, അതായത് എൻ പിയും ലാംഡായും സെയിം ആയിരിക്കുന്നു. ക്ലിയർ ആണോ? സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പ്രൂഫിലോട്ട് പോയാലോ? ഒന്നുകൂടി സ്റ്റേറ്റ്മെന്റ് പറയാം. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ പോയിസോണിലോട്ട് അപ്രോച്ച് ചെയ്യാന്ന് പറയണമെങ്കിൽ n ഇൻഫിനിറ്റി ആവുമ്പോഴും p സീറോയിലോട്ട് അപ്രോച്ച് ആവുന്ന കേസിലാണ്. ആ കേസിൽ രണ്ടിന്റെയും മീൻ സെയിം ആയിരിക്കും. ബൈനോമിയലിന്റെ മീന്റെ ഇക്വേഷൻ എന്താണ്? എൻ പി. പോയിസോണിന്റെ മീന്റെ ഇക്വേഷൻ ലാംഡ, അല്ലെ? എൻ പിയും ലാംഡയും സെയിം ആവുന്ന കേസ്. അപ്പൊ നമുക്ക് ഇനി പ്രൂഫിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായിരുന്നു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാ മൂവ് ചെയ്യുന്നത്? 0 തൊട്ട് n വരെയാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ബൈനോമിയൽ പോയിസൺ ആവണമെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ എന്താണ്? എൻ പി ഈക്വൽ ടു ലാംഡ. ഇതിന്റെ നമുക്ക് പിക്ക് ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ? പി ഈക്വൽ ടു ലാംഡ ബൈ എൻ എഴുതാം. പി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നടാ? 1 മൈനസ് പി. അത് എവിടുന്നാ വന്നത്? പി പ്ലസ് ക്യൂ എന്താണ്? 1 ആണ്, അല്ലെ? ഇതിന്റെ അത് ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എന്ത് എഴുതാം? ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി എന്ന് എഴുതി. അപ്പൊ ഇവിടെ ക്യൂ ഈക്വൽ ടു 1 മൈനസ് പിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? ലാംഡ ബൈ എൻ. ഇനി ഈ പിന്റെ ക്യൂന്റെ വാല്യൂ എന്ത് ചെയ്യുക? നമ്മൾ ബൈനോമിയലിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് വരും? കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. മറ്റതുപോലെ എന്താ കണക്ട് ചെയ്ത് പറയാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇവിടെ നോക്കുക, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് എൻ സി എക്സ്. പിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? പി കണ്ടുപിടിച്ച് എന്തായിരുന്നു? ലാംഡ ബൈ എൻ. ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു എക്സ് ഇൻറ്റു ക്യൂവിന്റെ സ്ഥാനത്തോ 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെയും എക്സ് മൂവ് ചെയ്യുന്നത് എവിടെ തൊട്ട് എവിടം വരെയാണ്? 0 തൊട്ട് n വരെയാണ് എക്സ് മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി എൻ സി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം. ഇനി ബാക്കിയോ? ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു എക്സ് നമുക്ക് എന്ത് എഴുതാം? ലാംഡ റേസ് ടു എക്സ് ബൈ എൻ റേസ് ടു എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് നോക്കിയേ, 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ്. ഇത് ഏത് ഫോർമാറ്റിലാണ് ഉള്ളത്? എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞ ഫോർമാറ്റിലാണ് ഉള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എഴുതാം. അപ്പൊ ഇതിനെ മാറ്റി എഴുതാം. 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു എൻ ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പില്, അപ്പൊ ഇവിടെ നോക്കിയേ, എൻ ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇവിടെ ഈ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വരെ എൻ ഫാക്ടോറിയലിനെ മാറ്റി എഴുതാം. അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? എൻ ഫാക്ടോറിയൽ നമുക്ക് എന്ത് എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു എക്സെട്രാ ഇൻറ്റു അങ്ങനെ അപ് ടു എവിടം വരെ എഴുതാം? എൻ മൈനസ് എക്സ് വരെ എഴുതാം. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ വരെ എഴുതാം. മക്കളെ ഞാൻ ചോദിക്കുകയാണ്, എൻ മൈനസ് എക്സ് ആണ് നമ്മളെ ലാസ്റ്റ് ടേം. അതിന് തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും വരിക? എൻ മൈനസ് എക്സ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും വരിക? എൻ മൈനസ് എക്സ് മൈനസ് 1 ആയിരിക്കും അല്ലേ? അപ്പൊ അതുകൂടി ഞാൻ ഇവിടെ വെറുതെ ഒന്ന് എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ അതേപോലെ തന്നെ, എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും അതേപോലെ തന്നെ. ഇനി ബാക്കി ഇവിടെ എന്താ വരുന്നത്? ലാംഡ റേസ് ടു എക്സ് ഡിവൈഡഡ് ബൈ എൻ റേസ് ടു എക്സ് ഇൻറ്റു
1 minus lambda by n whole raised to n into 1 minus lambda by n 1 minus lambda by n whole raised to minus x എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ആരെങ്കിലും കട്ട് ചെയ്ത് പോക്കാനുണ്ടോ നോക്കുക. ആരെങ്കിലും കട്ട് ചെയ്ത് പോക്കാനുണ്ടോ? n മൈനസ് എക്സ് ഫാക്ടോറിയലും n മൈനസ് എക്സ് ഫാക്ടോറിയലും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇവിടെ എന്തൊക്കെയാണ് വരുന്നത്? n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു n മൈനസ് ടു ഇൻറ്റു എക്സെട്രാ ഇൻറ്റു എവിടം വരെ വരുന്നത്? n മൈനസ് എക്സ് മൈനസ് വൺ വരെയാണ് വരുന്നത്. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ ആരുണ്ട്? എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. ബാക്കി ഇവിടെയോ? ലാംഡ റേസ് ടു എക്സ് ബൈ n റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ അല്ലേ? ബാക്കിയൊക്കെ സെയിം. ഇനി നോക്കിയേ, ഇതിൽ എല്ലാത്തിലും n കോമൺ അല്ലേ? ആ മേലത്തെ എഴുതിയാലും നോക്കിയേ, n ഇൻറ്റു n മൈനസ് വൺ ഇൻറ്റു n മൈനസ് ടു ഇൻറ്റു എക്സെട്രാ n മൈനസ് എക്സ് മൈനസ് വൺ. അതിലെല്ലാത്തിലും n കോമൺ ആണ്. എടാ ഇവിടെ നോക്കിയേ, n മൈനസ് വൺ n മൈനസ് ടു അങ്ങനെ എക്സ് മൈനസ് വൺ വരെ. അതായത് എക്സ് മൈനസ് വൺ എന്നുകൾ അവിടെ ഉണ്ട്, അത്രയാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഒരാളൂടെ ഇല്ലേ, n കൂടി. അപ്പൊ നോക്കിയേ, ഇവിടെ കറക്റ്റ് ആയിട്ട് നോക്കുക, മൊത്തം n മൈനസ് വൺ n മൈനസ് ടു അങ്ങനെ n മൈനസ് എക്സ് മൈനസ് വൺ വരെ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വണ്ണ് എന്നുകൾ ഉണ്ട്. കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ട്, എന്ത്? n എന്ന് പറഞ്ഞ ഒരാള്. അപ്പൊ ഒരാളെയും കൂടി കൂട്ടുക. അപ്പൊ മൊത്തം എത്ര എന്നുകൾ ഉണ്ട് ഇവിടെ? എക്സ് എന്നുകൾ അല്ലെ? അപ്പൊ ഞാൻ ഇവിടുന്ന് എക്സ് എന്നുകൾ, അതായത് n റേസ് ടു എക്സിനെ ഞാൻ പുറത്തെടുത്ത്, ബാക്കി ഇവിടെ എന്തൊക്കെയാ വരിക? 1 ഇൻറ്റു 1 മൈനസ് 1 ബൈ n അല്ലെ? n മൈനസ് വണ്ണിൽ നിന്ന് n പുറത്തെടുത്താൽ 1 മൈനസ് 1 ബൈ n. ഇനി n മൈനസ് ടു n പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 2 ബൈ n. അങ്ങനെ n മൈനസ് എക്സ് മൈനസ് വണ്ണിൽ നിന്ന് n പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു lambda raised to x divided by n raised to x into 1 minus lambda by n whole raised to n into 1 minus lambda by n whole raised to minus x എന്ന് എഴുതി. ആരെങ്കിലും കട്ട് ചെയ്ത് പോക്കാനുണ്ടോ? n raised to x ഉം n raised to x ഉം. ഇനി ബാക്കി ഇവിടെ എന്താ വരുന്നത്? ബാക്കി ഇവിടെ വരുന്നത് എന്താ? ഒന്നുകൂടി എടുത്ത് എഴുതാം. 1 മൈനസ് 1 ഇൻറ്റു എഴുതണ്ടല്ലോ, 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 2 ബൈ n ഇൻറ്റു എക്സെട്രാ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഇൻറ്റു 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ് ഹോൾ റേസ് ടു മൈനസ് എക്സ്. ഓക്കെ അല്ലേ? ഇനി നോക്കണ്ടേ, നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? നമ്മൾ ഇനിയിപ്പോ എന്ത് എടുക്കുക? നൗ സപ്പോസ് we let n tends to infinity while keeping x and lambda fixed. എക്സും ലാംഡയും ഫിക്സ് ചെയ്തുകൊണ്ട് n ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് ഓരോ ടേമും എന്തായി മാറും നമുക്ക് നോക്കാം. ആദ്യത്തെ ടേം ഏതാ വരുന്നത്? 1 മൈനസ് 1 ബൈ n ഇൻറ്റു 1 മൈനസ് 1 ബൈ 2 ബൈ n ഇൻറ്റു എക്സെട്രാ ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1 ബൈ n. എടാ ഇവിടെ നോക്കിയേ, 1 ബൈ എന്നിന്റെ വാല്യൂ എന്താണ്? 1 ബൈ ഇൻഫിനിറ്റി. അപ്പൊ n ഇൻഫിനിറ്റി ആകുമ്പോൾ 1 ബൈ ഇൻഫിനിറ്റി ആണ് 0 ആവും. അതായത് 1 മൈനസ് 0 ഇൻറ്റു 1 മൈനസ് 2 0 ഇൻറ്റു എക്സെട്രാ 1 മൈനസ് 0 എന്നോ. ഇതെല്ലാം എങ്ങോട്ടേക്കാ ടെൻഡ് ആവുന്നേ അല്ലെങ്കിൽ മൂവ് ആവുന്നേ? 1 മൂവ് ആവും. അപ്പൊ അത് കിട്ടിയേ. ഇനി അടുത്തത് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആയിരിക്കും. ഇനി അറിയാത്തവരാണെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കാം. 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇ റേസ് ടു മൈനസ് ലാംഡയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതേപോലെ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു മൈനസ് എക്സ്, അത് നമുക്ക് എന്ത് ചെയ്താം? 1 ബൈ ഇൻഫിനിറ്റി പറഞ്ഞാൽ 0 ആണ് അല്ലേ? അപ്പോൾ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് 1 തന്നെയാണ് മൂവ് ചെയ്യുന്നത്.
അപ്പൊ അതിനൊക്കെ പകരം, അതായത് ഈ ഇക്വേഷനിൽ ഓരോന്നിനു പകരം നമ്മൾ എന്താണോ എന്തിലോട്ടാണോ അപ്രോച്ച് ആയത് അത് കൊടുക്കുക. അപ്പൊ നോക്കിയേ എന്താ വരിക നമുക്ക്, ആ ഇക്വേഷൻ എന്താ വരിക? അതായത് നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എവിടെ നിന്നോട്ടാ സ്റ്റാർട്ട് ചെയ്തത്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈനോമിയലിന്റെ എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ നോക്കിയേ, ആദ്യം 1 മൈനസ് 1/n ഇൻറ്റു 2 മൈനസ് 1/n ഇൻറ്റു 1 എക്സെട്ര ഇൻറ്റു 1 മൈനസ് എക്സ് മൈനസ് 1/n, അതെല്ലാം 1ലോട്ട് അപ്രോച്ച് ആവും. ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. ബാക്കി ഇവിടെ എന്താ വരുന്നേ? ബാക്കി അവിടെ എന്താ വരുന്നേ? ഇ റൈസ് ടു മൈനസ് ലാംഡ അല്ലെ? ഇ റൈസ് ടു മൈനസ് ലാംഡ. ഇനി അടുത്തതോ? ഇവിടെ ഒരു ലാംഡ റൈസ് ടു എക്സ് നമ്മൾ എഴുതിയില്ല അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ആദ്യം ലാംഡ റൈസ് ടു എക്സ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? ലാംഡ റൈസ് ടു എക്സ്. ഇനി അടുത്തതോ? അടുത്ത ആർക്കാ കൊടുക്കുക? 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റൈസ് ടു എന്നിന് പകരം എന്ത് കൊടുക്കാം? ഇ റൈസ് ടു മൈനസ് ലാംഡ. ഇനി 1 മൈനസ് ലാംഡ ബൈ എൻ ഹോൾ റൈസ് ടു മൈനസ് എക്സിന് പകരം 1. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എഴുതാം? നോക്കിയേ ഇവിടെ, ഇ റൈസ് ടു മൈനസ് ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇത് ഏതിന്റെ ഫോർമുലയാണ്? പോയ്സോണിന്റെ. ഇത് എപ്പോഴാണ് നമ്മൾ എന്നിന് ലിമിറ്റ് കൊടുക്കുകയാണ് അല്ലെ? അതായത് ആർക്ക് n ഇൻഫിനിറ്റിലോട്ട് പോകുന്ന കേസിലാണ് നമുക്ക് പോയ്സോൺ കിട്ടുന്നത്. എക്സിന്റെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെയാണ്? 0 ടു ഇൻഫിനിറ്റി വരെ. അപ്പോൾ പോയ്സോൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ കിട്ടിയോ? ക്ലിയർ ആയോ? അപ്പൊ ഈ 3 ഡെറിവേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോയ്സോണിന്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ താങ്ക് യു.